അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. വീട്ടുകാർക്ക് കല്യാണ സമയം ആയപ്പോഴത്തേക്കും സ്ഥിര വരുമാനം ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ വീട്ടില്. പിന്നെ പുള്ളിക്കാരെ തന്നെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തു. അങ്ങനെ അവിടെ പെണ്ണ് ചോദിക്കാൻ പോയപ്പോ ഇവനെ വീടങ്ങ് വൃത്തിയാക്കി. അപ്പൊ തന്നെ അമ്മായിയമ്മ കൊള്ളാം, നീ തന്നെ എന്റെ മരുവാൻ. കേരളാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്കല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ആ എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായി പുറപ്പെട്ടത് എന്നെ ഓർക്കുമ്പോ എനിക്ക് കരച്ചിലാ വരുന്നത്. ഇടയ്ക്ക് ഒരു ഹോട്ടലിന്റെ റൂം നിങ്ങളാണോ ഇട്ടിരുന്നത്? ഞാൻ ആക്ച്വലി ആരാ എന്താന്ന് നോക്കുന്നത്. പ്രശ്നമാണോ? പ്രശ്നം ഇത് വെയിലിരുന്ന പാമ്പായിരുന്നു. പോണേന് മുമ്പ് ഇനി ഫ്ലോർ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേടി. ഇവൻ ഇനി ആ സെറ്റിന് വൃത്തിയില്ല, ഇവിടെ ആ പൂത്തിരിക്ക് വൃത്തിയില്ലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? അത് വേണം. എന്റെ മരുന്ന് എവിടെയെങ്കിലും തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? വിശാരിച്ചേട്ടാ നോക്കിക്കോ, അനുഭവിച്ചോളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ എന്റെ ഗതി. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ.